നല്ലൊരു ഹെൽത്തി സാലഡിൻ്റെ റെസിപ്പി കേട്ടോ ഇത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു സാലഡ്. അപ്പോൾ ഓൾറെഡി ഞാൻ റെഡ് ആപ്പിൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു ഗ്രീൻ ആപ്പിളാണ് നെക്സ്റ്റ് കട്ട് ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്യട്ടോ. ഞാനിപ്പോൾ ക്യൂബ്സ് ആക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ കക്കിരിയാണ് എടുക്കുന്നത്. കക്കിരീൻ്റെ ഉള്ളിലുള്ള സീഡ്സൊക്കെ മാറ്റിയിട്ട് അത് നമുക്ക് കഴിക്കാമല്ലോ. അത് സാലഡിലിട്ടാൽ വെള്ളം വരും. പിന്നെ ഒരു പേരക്കയാണ് എടുത്തിട്ടുള്ളത്. അതും ഇങ്ങനെ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടിട്ടു. പിന്നെ ഒരു ക്യാപ്സിക്കം ഗ്രീനോ യെല്ലോ റെഡോ ഏതാണെന്ന് വെച്ചാൽ അത്. പിന്നെ തക്കാളിൻ്റെയും ഉള്ളിലുള്ള സീഡ് എടുത്തിട്ട് മാറ്റിയിട്ടാണ് തക്കാളി കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു ഉള്ളിയും ഇടാം, പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല ഉള്ളി. നെക്സ്റ്റ് കസിൻ്റെ ലീഫാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കോണ് വേവിച്ചത്, പിന്നെ കുറച്ച് അനാറും കൂടി ഉതിർത്തിയിട്ടിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ചെറുപയർ മുളപ്പിച്ചിട്ടൊക്കെ ഇടാം, എന്ത് വേണേലും ഇടാം കേട്ടോ. ഹെൽത്തി ആയിട്ട് തോന്നുന്ന എന്തും ഇടാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സും വെജീസും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ഡ്രസ്സിങ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ആദ്യം ചെറുതായി അരിഞ്ഞിടുക. അതിലേക്ക് ഒരു പച്ചമുളക്, ഒരു ചെറിയൊരു പച്ചമുളക് ചെറുതായിട്ട് ഇതേപോലെ ചോപ്പ് ചെയ്തിടുക. നല്ല എരിവ് വേണമെങ്കിൽ പച്ചമുളക് ഇട്ടാൽ മതി കേട്ടോ, ഓപ്ഷണലാണ്. ഇതിൻ്റെ കൂടെ ക്രീമൊക്കെ വരുമ്പോൾ എരിവ് കുറച്ച് ഉണ്ടായാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ചെറുനാരങ്ങ കുരുവൊക്കെ മാറ്റിയിട്ട് നാരങ്ങയുടെ നീര് മാത്രം പിഴിഞ്ഞെടുക്കാം. കുരു കടിച്ചു പോയാൽ കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഇതിലേക്ക് ഗ്രീക്ക് യോഗട്ടാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അതിൽ പുളി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ചെറുനാരങ്ങ അത്യാവശ്യം ഒരു 2 2.5 ഇത്രയും ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാം. പിന്നെ വരുന്നത് പെപ്പർ പൗഡറാണ്. അതിന് ശേഷം നമുക്ക് കുറച്ച് ഒറിഗാനോ ആഡ് ചെയ്യാം. പിന്നെ ആഡ് ചെയ്യുന്നത് കുറച്ച് ചില്ലി ഫ്ലേക്സാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ചില ഫ്രൂട്ട്സൊക്കെ മധുരമായിരിക്കും, ചിലത് പുളിയായിരിക്കും. അപ്പോൾ എല്ലാം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ്. അപ്പോൾ ഇതിലേക്കാണ് ഇനി നമ്മൾ യോഗട്ട് ആഡ് ചെയ്യുന്നത്. ആവശ്യത്തിന് കുറച്ചധികം വേണ്ടവർക്ക് അധികം ഒഴിക്കാം. അതെല്ലാം ഒരു മീഡിയം ലെവലിലാണെങ്കിൽ ഒരു 4 സ്പൂണോ 5 സ്പൂണോ ആക്കിയിട്ട് ഒഴിക്കാം. ഈ ഡ്രസ്സിങ് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ മിക്സ് ചെയ്തതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരം മയോണൈസ് ഉപയോഗിക്കുന്നവരുണ്ട്. മയോണൈസ് ആകുമ്പോൾ വേറൊരു ടേസ്റ്റ് വരെ, ഗാർലിക്കിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ വരും. നമുക്കിതിൽ വേണമെങ്കിൽ ഗാർലിക്കും ആഡ് ആക്കാം, ഒന്ന് ബട്ടറിലൊക്കെ സോട്ട് ചെയ്തിട്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ. ഇനി ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ലാസ്റ്റ് കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു, അത് മിസ്സായിപ്പോയി. അപ്പോൾ നമ്മളെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് പനീർ മഷ്റൂമൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ ഒന്ന് ബട്ടറിൽ ജസ്റ്റ് പെപ്പറും സോൾട്ടോട്ട് സോട്ട് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഉണ്ടാക്കി വെക്കട്ടോ.